നമസ്കാരം, വെൽക്കം ടു വിന്നേഴ്സ് ആൻഡ് ടെക് ക്ലാസ്സസ്. റെയിൽവേ എക്സാമിനെ പറ്റി തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. RRB ALP നോട്ടിഫിക്കേഷൻ വന്ന കാര്യം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ RRB ALPയുടെ അതുപോലെ തന്നെ JEE എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളുടെ ഡെമോ സെഷൻസ് നമ്മുടെ ചാനലിൽ കുറെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ RRB ALP എക്സാം അതുപോലെ RRB JEE എക്സാമിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഒരു 6 മാസം മുന്നേ നമ്മുടെ വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഇതിന്റെ ഫസ്റ്റ് കമന്റ് പിൻ ചെയ്യാം, താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ALP എക്സാമിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൂടാതെ തന്നെ വിന്നേഴ്സ് ആൻഡ് ടെക് ക്ലാസ്സസിൽ നമ്മൾ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജനുവരി 31-നാണ് നമ്മുടെ പുതിയ ക്ലാസ്, അതായത് ബുധനാഴ്ചയാണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ബാച്ച് നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് എന്താണ്, കൂടാതെ വിന്നേഴ്സ് ആൻഡ് ടെക് ക്ലാസ്സസ് നമ്മളൊരു പുതിയ RRB JEE അല്ലെങ്കിൽ RRB ALPക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ NTPC പോലുള്ള റെയിൽവേ എക്സാംസിന്റെ CBT-1 എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ബുക്ക്ലെറ്റ്, സ്റ്റഡി ബുക്ക്ലെറ്റ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജി എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരുന്നത്, ആ മെറ്റീരിയൽസിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങളോ നിങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാരോ റെയിൽവേ എക്സാംസ് നോക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ പറഞ്ഞതുപോലെ ജനുവരി 31-നാണ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വിന്നേഴ്സ് എഡ്യൂ പ്ലസ് എന്ന് പറയുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ഡെമോൺസ്ട്രേഷൻസ് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം സെന്റർ എന്ന് പറഞ്ഞാൽ കൊല്ലം കടപ്പാക്കട അവിടുത്തെ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ സെന്റർ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഗുലർ ബാച്ച് ആയിരിക്കും ഉണ്ടാവുക, അതുപോലെ തന്നെ ഹോളിഡേ ബാച്ച് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് RRB ALPയുടെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. അതിനെപ്പറ്റി കുറെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ എങ്ങനെയാണ് ക്ലാസ് എന്നുള്ള കാര്യങ്ങൾ പറയാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ ALP ചൂസ് ചെയ്യുമ്പോൾ ALP എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ, അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ 2 കാര്യങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മൾ എവിടെ അപ്ലൈ ചെയ്യണം, ഏത് സോണിൽ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഏത് RRBയുടെ കീഴിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ മിക്ക ആൾക്കാരും 2 രീതിയിൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. ഒന്ന്, എനിക്ക് നാട്ടിൽ നിൽക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ല, എനിക്ക് എവിടെയാണെങ്കിലും കുഴപ്പമില്ല എന്നൊരു അവസ്ഥയാണ് നിങ്ങളുടെതെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ആ RRBയിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലോട്ട് വരിക എന്ന് പറയുന്നതൊക്കെ വളരെ വലിയൊരു ടാസ്ക് തന്നെയായിരിക്കും. നിങ്ങൾ ഏത് സോണിലാണോ വർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് മാറി വരിക എന്ന് പറഞ്ഞാലൊക്കെ വലിയൊരു ടാസ്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവേശത്തിൽ എടുത്ത് ചാടുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ മുന്നോട്ടുള്ള ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തെ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് അറിയാമല്ലോ. നമ്മുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ അപ്ലൈ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നത് അതനുസരിച്ച് വേണം ആദ്യമായിട്ട് തന്നെ. നിങ്ങൾ അല്ലാതെ എടുത്തിയാടി പോയി ജമ്മു കാശ്മീരോ അല്ലെങ്കിൽ അതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോയി വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രം സോൺ സെലക്ട് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് നമ്മുടെ പരിസരത്ത് തന്നെയാണ് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ കേരളം അല്ലെങ്കിൽ തൊട്ടടുത്ത സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. വേക്കൻസി കണ്ടുകൊണ്ട് ഒരുപാട് ദൂരോട്ടൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾ സോൺ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെയാണ് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ കണക്കാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. നമ്മൾ എന്തായാലും എക്സാം എഴുതിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നിങ്ങൾ എവിടെയാണ് ഇനിയുള്ള നിങ്ങളുടെ കുറച്ച് വർഷങ്ങൾ ചെലവഴിക്കാൻ പോകുന്നത് എന്നുള്ളത് തീരുമാനിച്ചതിന് ശേഷം മാത്രമായിട്ട് നിങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എടുത്ത് ചാടി ഫസ്റ്റ് ദിവസം തന്നെ അപ്ലൈ ചെയ്യേണ്ട, സമയമുണ്ട്. ഫെബ്രുവരി 19 വരെ നമുക്ക് സമയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം നമ്മൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേക്കൻസി കൂടിയ സോണാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ കയ്യിലാണ് നമ്മുടെ RRB നോട്ടിഫിക്കേഷൻ തന്നെ അവസാന പേജുകളിലായിട്ട് ഓരോ RRBയിലും എത്ര വേക്കൻസി, ഓരോ സോണിലും എത്ര വേക്കൻസി ഉണ്ടെന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ മുതൽ നമ്മുടെ ചോദിക്കുന്ന ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ആണ്, വേക്കൻസി ഒരുപാട് കുറവാണ്, 5900 സംതിങ് വേക്കൻസി മാത്രമേ ഉള്ളൂ, അത് എന്താ ചെയ്യുക. നിങ്ങൾ വേക്കൻസി നോക്കിയല്ല നിങ്ങൾ ഇത് പഠിക്കേണ്ടത്. കാര്യം നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, റെയിൽവേ എക്സാമിൽ ALPയിൽ ഇത്ര വേക്കൻസി എല്ലാം നിലവിലുള്ളതെന്ന് പറയും. എല്ലാവർക്കും റെയിൽവേ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. മേ ബി അത് കൂടാം, എന്തായാലും കുറയാൻ പോകുന്നില്ല, മേ ബി അത് കൂടാം, വളരെ വലിയൊരു നമ്പറിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും പല സൈഡിൽ നടക്കുന്നുണ്ട്. ഇന്ന് തന്നെ നിങ്ങളുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വന്ന ഒരു ഡീറ്റെയിൽ ഉണ്ട്. ALP ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്, വേക്കൻസി തീരെ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പൊ ALP ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൊടുത്തിരിക്കുന്ന മെമ്മോറാണ്ടത്തിന്റെ ഒക്കെ PDF നിങ്ങളൊക്കെ പലരും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്കറിയാം എന്തായാലും വേക്കൻസി കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അങ്ങനെ കൂടിയാൽ നമ്മുടെ ഈ ലിസ്റ്റിൽ നിന്നായിരിക്കും അതിന് ഗുണം കിട്ടാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം നിങ്ങൾ വേക്കൻസിയെ പറ്റി ചിന്തിക്കുക പോലും വേണ്ട, നിങ്ങൾ പഠിക്കുക, എക്സാം എഴുതിയെടുക്കുക എന്നുള്ള ഒരു ചിന്ത മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക. രണ്ടാമത്തെ കാര്യം, ഇതിന് 4 പ്രോസസ്സാണ്: CBT-1, CBT-2, CBAT,
അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ, അങ്ങനെ 5 സെക്ഷനായിട്ടാണ് എക്സാം വരാൻ പോകുന്നത്. CBT 1 നമ്മുടെ ജനറൽ ആയിട്ടുള്ള ടോപ്പിക് ഒക്കെ തന്നെയാണ്, നിങ്ങൾക്ക് അറിയാം. CBT 2 വരുമ്പോഴത്തേക്ക് നിങ്ങളൊരു ട്രേഡ് ചൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഇത് അപ്ലൈ എലിജിബിൾ ആരൊക്കെയാ? മെക്കാനിക്കല്, ഓട്ടോമൊബൈല്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, അതിന്റെ അലൈഡ് ബ്രാഞ്ചുകൾ, ഇലക്ട്രിക്കൽ അലൈൻഡ് ബ്രാഞ്ചുകളൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഡിപ്ലോമയും ബിടെക് ഉള്ളവരുണ്ട്, അതുപോലെ IT ട്രേഡുകാർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ CBT 2 എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്കൊരു ട്രേഡ് എക്സാം, പാർട്ട് എ പാർട്ട് ബി എന്ന് പറഞ്ഞ CBT 2 പാർട്ടാണ് വരുന്നത്. ഒരു പാർട്ടിൽ നമ്മുടെ ഈ ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ജനറൽ സയൻസ് പോലുള്ള മെന്റൽ എബിലിറ്റി ആ ക്വസ്റ്റ്യൻസ് എല്ലാം, റീസണിങ്ങും മാത്തമാറ്റിക്സ് ഒക്കെ തന്നെ വരുമ്പോൾ അതിന്റെ പാർട്ട് ബി ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അതിലൂടെ തന്നെ ഒരു ട്രേഡ് എക്സാം എഴുതണം. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് വളരെ യുക്തിപൂർവ്വം കൈകാര്യം ചെയ്യാം. ഇപ്പം കേരള PSC പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കേരള PSCയിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികകൾ വിളിച്ചിട്ടുണ്ട്, കുറെ പേര് പഠിക്കുന്നുണ്ടാവും. അതുപോലെ ട്രേഡ്സ്മാൻ തസ്തിക വിളിച്ചിട്ടുണ്ട്, കുറെ പേര് അതിന് പഠിക്കുന്നുണ്ടാവും. ഏതാ? മെക്കാനിക്കൽ പഠിക്കുന്നുണ്ട്, ഫിറ്റർ ഉണ്ട്, അതുപോലെ കുറെ ജൂനിയർ ഇൻസ്ട്രക്ടർ വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് ഫിറ്റർ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ അടുത്ത നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം മെക്കാനിക് ഡീസൽ. മെക്കാനിക് ഡീസൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓട്ടോമൊബൈലുകാർക്കായാലും മെക്കാനിക്കലുകാർക്കായാലും ഒരേപോലെ ചൂസ് ചെയ്യാൻ പറ്റിയ ട്രേഡാണ്. മെക്കാനിക് ഡീസലിനകത്ത് അല്ലെങ്കിൽ ഡീസൽ മെക്കാനിക് എന്ന് പറയുന്ന ആ ബ്രാഞ്ചിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. കമ്പയറിംഗ് ടു MME ഒക്കെ വെച്ച് നോക്കുമ്പോൾ MMEയുടെ പകുതി കാര്യങ്ങൾ മാത്രമേ ഈ ട്രേഡിലുള്ളൂ പഠിക്കാൻ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സമയം അതിന് ചെലവഴിക്കേണ്ട. അതിനൊരു മിനിമം ഒരു 35% മാർക്ക് മാത്രം സ്കോർ ചെയ്താൽ മതി. അതൊരു മിനിമം കട്ട് ഓഫ് കടന്ന അത്രേ ഉള്ളൂ ആ പാർട്ട് ബിയുടെ കണക്കെന്ന് പറഞ്ഞാൽ. അല്ലാതെ അതിൽ ഫുൾ മാർക്ക് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ അതിന് നിങ്ങൾ ഒരുപാട് സമയമായിട്ട് ചെലവാക്കാതെ നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന, ഇപ്പൊ നിങ്ങൾ ജൂനിയർ ഇൻസ്ട്രക്ടറിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രീം ഏതാണോ, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് വരുന്ന സ്ട്രീം ഏതാണോ അതങ്ങ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങളുടെ പകുതി പണി അവിടെ കുറയും. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അത് പകുതി പണി അവിടെ കുറയും. അപ്പൊ അത് നിങ്ങളൊന്ന് ചൂസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഡീസൽ മെക്കോ അല്ലെങ്കിൽ MMEയോ അല്ലെങ്കിൽ ഫിറ്ററോ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ 2 കാര്യങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റി നിങ്ങൾക്ക് എല്ലാം അവെയർ ആണ്. CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്, അതുപോലെ CBAT എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അതിന് സെപ്പറേറ്റ് ഓരോ സെക്ഷനും ഒരു മിനിമം മാർക്ക് പറയും, ആ മാർക്ക് ക്വാളിഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും ഇപ്പം ചിന്തിക്കാൻ നിൽക്കേണ്ട. നിങ്ങൾ CBT 1 കടക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. CBT 1 കടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ള കാര്യങ്ങൾ പിന്നീട് ചിന്തിക്കാം. CBT 1 CBT 2 മാത്രം ഇപ്പം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി. അത് കഴിഞ്ഞുള്ളതൊക്കെ നമുക്ക് വഴിയെ ചെയ്യാം, സമയം ഇഷ്ടംപോലെ കിടക്കുവാണ്. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ കടമ എന്ന് പറഞ്ഞാൽ CBT 1 ഒന്ന് കടന്നു കിട്ടിയാൽ തന്നെ നമുക്ക് പകുതി തന്നെ നമുക്ക് കോൺഫിഡന്റോടുകൂടി CBT 2 പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് 5 ഘട്ടമായിട്ടാണ് എക്സാം എന്ന് അറിയാം നിങ്ങൾക്ക്. CBT 1 ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, 60 മിനിറ്റ് എക്സാമിന് സമയം കിട്ടത്തുള്ളൂ. 75 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞാൽ 0.33 ആണ്, അല്ലെങ്കിൽ 1/3 ആണ് നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞാല്. സോ അത് നിങ്ങൾ 60 മിനിറ്റ് കൊണ്ട് 75 ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക. അപ്പൊ അതിനകത്ത് എത്ര കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് ഒക്കെ പഴയ വീഡിയോ പറയുന്നുണ്ട്, അത് വിട്ടേക്കുക. എങ്ങനെയാണ് ഇതിന്റെ സിലബസ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളിപ്പം പറയും. ഏതൊക്കെ ടോപ്പിക് ആണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പം പറയും. സോ CBT 1 ടാസ്ക് എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്, 1 മണിക്കൂർ കൊണ്ട് 75 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരും. അതിനകത്ത് മാക്സിമം സ്പീഡിൽ നിങ്ങൾ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പിന്നെ ഈ റെയിൽവേ എക്സാംസ് വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഇപ്പൊ CBT 1 എല്ലാവർക്കും ഒരു ദിവസം ആയിരിക്കത്തില്ല, കുറെ ദിവസങ്ങളായിട്ട് ആയതുകൊണ്ട് തന്നെ പല രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഒരു നോർമലൈസേഷൻ ഒക്കെ അവിടെ ഉണ്ടാവും. നമ്മൾ വിവിധ ദിവസങ്ങളിൽ എഴുതുന്നവരെല്ലാം ചേർത്ത് റാങ്ക് ലിസ്റ്റ് ഇടുമ്പോഴത്തേക്ക് നോർമലൈസേഷൻ അവിടെ ഉണ്ടാവും. അത് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ CBT 1 അവിടെ കഴിഞ്ഞ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾ അടുത്തായിട്ട് പോകേണ്ടത് CBT 2 CBT 2 എന്ന് പറയുമ്പോഴത്തേക്ക് 2 പാർട്ടായിട്ടാണ് എക്സാം വരുന്നത്. ഒന്ന് 150 മിനിറ്റ് ആണ് അതിന്റെ സമയം, മൊത്തത്തിലെ സമയം 150 മിനിറ്റ് ആണ്. 175 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവിടെ ആൻസർ ചെയ്യണം. 150 മിനിറ്റില് 175 ക്വസ്റ്റ്യൻസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. സോ അവിടെ വരുമ്പോഴത്തേക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയും 1/3 ആണ് ഇവിടുത്തെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. CBT 2 2 പാർട്ട് എ അല്ലെങ്കിൽ പാർട്ട് ബി എന്ന് പറഞ്ഞാൽ 2 ഘട്ടമായിട്ടാണ് എക്സാം വരുന്നത്. ഇതിലെ പാർട്ട് എ എന്ന് പറയുന്നതാണ് മെയിൻ കാര്യം. പാർട്ട് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ട്രേഡ് പറഞ്ഞില്ലേ, ഫിറ്റർ അല്ലെങ്കിൽ അതുപോലെ തന്നെ മെഷീനിസ്റ്റ്, അതുപോലെ തന്നെ ഡീസൽ മെക്ക്, MME പോലുള്ള ഇലക്ട്രീഷ്യൻ പോലുള്ള അല്ലെ അങ്ങനെയുള്ള അലൈഡ് ബ്രാഞ്ചസ് പോലുള്ള ഒരു ട്രേഡ് നിങ്ങൾ ചൂസ് ചെയ്യണമെന്ന് പറയില്ലേ, ആ ചൂസ് ചെയ്ത ട്രേഡിന്റെ എക്സാം ആണ് നിങ്ങൾ പാർട്ട് ബി ആയിട്ട് എഴുതുന്നത്. പാർട്ട് ബി എന്ന് പറഞ്ഞാൽ ഒരു 35% കട്ട് ഓഫ് അവർ പറയും, അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രത്യേകം അവർ പറയുന്നുണ്ട് ഒരു 35% കട്ട് ഓഫ് ക്വാളിഫയിങ് മാർക്ക് പറയും. ആ ക്വാളിഫയിങ് മാർക്ക് മാത്രമേ നിങ്ങൾ മേടിച്ചാൽ മതി, അതിന്റെ മേലോട്ട് പോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇനി പാർട്ട് എ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എത്രമാത്രം സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ പാർട്ട് എയിലും പാർട്ട് ബിയിലുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പുറകിൽ പറയുന്നുണ്ട്. ഇതാണ് CBT 2 എന്ന് പറയുന്ന എക്സാം എന്ന് പറഞ്ഞാൽ. അപ്പൊ CBT 2 എന്താ, 2 ടൈപ്പ് ഉണ്ട്. ടൈപ്പ് അല്ലെങ്കിൽ പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എ അത്യാവശ്യം നല്ലോണം പഠിക്കാനുണ്ട്. പാർട്ട് ബി നിങ്ങൾ ചൂസ് ചെയ്യുന്ന ട്രേഡ്.
അത് മെക്കാനിക്കലുകാർക്ക് ഏതൊക്കെ ട്രേഡ് ചൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇലക്ട്രിക്കലുകാർക്ക് ഏതൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇലക്ട്രിക്കൽ ആണ് നിങ്ങൾ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയത് ഇലക്ട്രീഷ്യൻ ട്രേഡ് ചൂസ് ചെയ്യാൻ പറ്റും. ഇൻസ്ട്രുമെന്റ് മെക്കാനിക് ഉണ്ട്, വയർമാൻ ഉണ്ട്, ആർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ ഉണ്ട്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ മെക്കാനിക് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റിയ ട്രേഡാണ്. ഇലക്ട്രീഷ്യൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ട്രീമുകാർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. ITI ഈ ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവർക്കും ALP എഴുതാൻ പറ്റും എന്നുള്ളവർ ഓർത്തിരിക്കുക. നിങ്ങൾ ITI ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ALP എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിപ്ലോമ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു ട്രേഡ് ചൂസ് ചെയ്യണം. ഞാൻ ഓപ്റ്റ് ചെയ്യുന്നല്ല, ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന എക്സാമാണ് ഇലക്ട്രീഷ്യന്റെ ITI ലെവൽ എക്സാമുകൾ. സോ ഇലക്ട്രീഷ്യൻ ITI ലെവൽ എക്സാം കഴിഞ്ഞ വട്ടത്തെ CBT2-ന്റെ ഒരു ക്വസ്റ്റൻ ആണ് റെസിസ്റ്ററിന്റെ യൂണിറ്റ് എന്താണ്. അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ കാര്യമൊക്കെ വേണ്ട, അതിലൊരു 30% മാർക്ക് സ്കോർ ചെയ്ത് ആ കട്ട് ഓഫ് ഒന്ന് കടന്നു കിട്ടിയാൽ മാത്രം മതി. അപ്പൊ നിങ്ങൾ ഇപ്പം റീസെന്റ് ട്രേഡ്സ്മാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, ഇതിൽ ഏതെങ്കിലും ട്രേഡ്സ്മാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഒന്ന് കണ്ടിന്യൂ ചെയ്ത് വെച്ചിരുന്നാൽ അവിടെ പരിപാടി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇലക്ട്രോണിക്സ് ആണ് നിങ്ങളുടെ ബ്രാഞ്ച് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക് മെക്കാനിക് റേഡിയോ ആൻഡ് TV എന്ന് പറയുന്ന സ്ട്രീം നിങ്ങൾ ചൂസ് ചെയ്ത് അതിന്റെ എക്സാം എഴുതാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ അതിന്റെ അലൈഡ് ബ്രാഞ്ചുകളോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ഫിറ്റർ പറ്റും, മെക്കാനിക് അതായത് MME ആണ് ഉദ്ദേശിക്കുന്നത്. ട്രാക്ടർ മെക്കാനിക് ഉണ്ട്, മെക്കാനിക് ഡീസൽ ഉണ്ട്, ടർണർ ഉണ്ട്, മെഷീനിസ്റ്റ് ഉണ്ട്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ മെക്കാനിക് ഉണ്ട്, ഹീറ്റ് എഞ്ചിൻ ഉണ്ട്, മിലിറ്ററി മെയിൻ്റനൻസ് മെക്കാനിക് ഉണ്ട്. ഇത്രയും ITI യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും നമ്മുടെ ALP എക്സാം എഴുതാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. കൂടെ തന്നെ നിങ്ങൾ ഡിപ്ലോമയോ ബിടെക്കോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യണം. ഇപ്പം ഇഷ്ടം പോലെ JA എക്സാം വിളിച്ചിട്ടുണ്ട്. ഈ പറയുന്നതിനകത്ത് ഫിറ്ററിന്റെ എക്സാം ഇപ്പം നിലവിലുണ്ട്, അതുപോലെ MME എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. ട്രാക്ടർ മെക്കാനിക് ഒന്നുമില്ല, മെക്കാനിക് ഡീസൽ ഇപ്പം വിളിച്ചിട്ടുള്ള JA എക്സാം ആണ്. ടർണർ വിളിച്ചിട്ടുണ്ട്, മെഷീനിസ്റ്റ് വിളിച്ചിട്ടുണ്ട്, MRSC വിളിച്ചിട്ടുണ്ട്. സോ ഇത്രയും എക്സാമ്പിൾ ഇപ്പം പ്രസന്റ്ലി നിങ്ങൾ കേരള PSC പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ട്രേഡ്സ്മാൻ എക്സാമ്പിൾ ഇതിൽ കുറെ വിളിച്ചിട്ടുള്ള. സോ ആ പഠിത്തം നിങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്ത് പോളിഷ് ചെയ്ത് കൊണ്ടുപോവുക. കഴിയുന്നത് പോകരുത്, മറക്കാതിരുന്നാൽ മാത്രം മതി. ഇനി നിങ്ങൾ ഓട്ടോമൊബൈലുകാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈലിന്റെ അലൈഡ് ബ്രാഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MME ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാക്ടർ മെക്കാനിക് ഉണ്ട്, ഡീസൽ മെക്കാനിക് ഉണ്ട്, ഹീറ്റ് എഞ്ചിൻ ഉണ്ട്, MRSC ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് CBT2 വന്നു കഴിയുമ്പോൾ ഉള്ള പാർട്ട് B എന്ന് പറഞ്ഞാൽ. അത് വലിയൊരു കാര്യമേ അല്ല, വളരെ സിമ്പിൾ ആയിരിക്കും. ഇതിന്റെ സിലബസിനെ പറ്റി വ്യക്തമായി നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. സിലബസ് ആയിട്ട് തന്നിട്ടില്ല, അതാത് ട്രേഡ് ITI സിലബസ് ആയിരിക്കും. ദാറ്റ് മീൻസ് നിങ്ങൾ ഫിറ്ററാണ് ചൂസ് ചെയ്തെങ്കിൽ ഫിറ്ററിന്റെ 2 വർഷത്തെ ആ ബുക്കുകൾ മൊത്തം പഠിക്കുക. ഇപ്പൊ നിങ്ങൾ ജൂനിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ഡീസൽ മെക്കാനിക് ആണ് നിങ്ങൾ മെക്കാനിക് ഡീസൽ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ബുക്ക് കംപ്ലീറ്റ് പഠിക്കുക. അവര് വ്യക്തമായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്ന നോട്ടിഫിക്കേഷനകത്ത് തന്നെ CBT2 പാർട്ട് B പറ്റി പറയുന്നിടത്ത് അതിന്റെ സിലബസ് റെഫർ ചെയ്യാൻ പറഞ്ഞ് നേരെ അവർ വിട്ടിരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലോട്ടാണ്, അല്ലെ ആ ഒരു മേഖലയിലോട്ടാണ്. സോ സംശയമൊന്നും വേണ്ട. ട്രേഡ്സ്മാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരോ JA എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന അതേപോലെ തന്നെ നിങ്ങൾ ആ CBT2 നോക്കി വെച്ചേക്കുക, പാർട്ട് B. ഓക്കെ ഫൈൻ. എങ്കിൽ നമുക്ക് ഇനി അടുത്ത ഒരു സെഷനിലോട്ട് പോകാം. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് CBT1 കഴിഞ്ഞ വർഷത്തെ എക്സാമിനെ ബേസ് ചെയ്തിട്ട് പറയുന്നത് CBT1 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു. CBT1 നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന എക്സാം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സിലബസിനകത്ത് റെയിൽവേ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അരിത്തമാറ്റിക് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടാവും. അതായത് നമ്മുടെ മാത്തമാറ്റിക്സ് ആണ് വരുന്നത്. 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 20 മാർക്കാണ്. നെഗറ്റീവിന് 1/3 വെച്ച് പോകും. ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1/3 മാർക്ക് പോയിക്കൊണ്ടിരിക്കും. പോസിറ്റീവ് 1 ആണുള്ളത്. രണ്ടാമത് റീസണിങ് ആണ് അതിന്റെ സിലബസിലുള്ള അടുത്ത ടോപ്പിക്ക്. 25 ക്വസ്റ്റ്യൻസ് ആണ് റീസണിങ് വരുന്നത്, 25 മാർക്കുകൾ ഉണ്ടാവും. മൂന്നാമത് ജനറൽ അവയർനെസ് ആണ്, 10 മാർക്കാണ് ഇതിനകത്ത് വരുന്നത്, 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നാലാമത് ജനറൽ സയൻസ് ആണ്, അതിനകത്ത് 20 മാർക്കുണ്ട്. നിങ്ങൾ നോക്കിയേ, സയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് CBT1 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലുള്ള സബ്ജക്റ്റുകളൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 20 ക്വസ്റ്റ്യൻസ് വരാം, 20 മാർക്കുണ്ട്. അതിനകത്ത് ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 75 മാർക്കാണുള്ളത്. സമയം നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, 60 മിനിറ്റ് മാത്രമേ ഇതിന് സമയം കിട്ടത്തുള്ളൂ. 1 മണിക്കൂർ കൊണ്ട് 75 ക്വസ്റ്റ്യൻ. ഈ ജനറൽ അവയർനെസ് കണ്ടോ, ഇത് അത്യാവശ്യം വളരെ വാസ്റ്റ് ആണ്. ഹിസ്റ്ററി, ജോഗ്രഫി തന്നെ 2 ടൈപ്പ്, വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി വരും, പിന്നെ പോളിറ്റി വരും, കറണ്ട് അഫേഴ്സ് വരും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇഷ്ടം പോലായിട്ട് വരും. കറണ്ട് അഫേഴ്സ് തന്നെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. സോ എല്ലാം കൂടെ ചേർത്തിട്ട് 10 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത്. സോ ഇതാണ് നിങ്ങൾ CBT1 എന്ന് പറയുന്ന ഫസ്റ്റ് ടാസ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം. ഇവിടെ നിങ്ങൾ മാർക്ക് മേടിച്ച് ക്വാളിഫൈ ചെയ്ത് നിങ്ങൾ അടുത്തായിട്ട് പോകുന്നത് CBT2 CBT2 പോകുന്നത്. CBT2 വരുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയേ, CBT2 2 പാർട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. പാർട്ട് എയും പാർട്ട് ബിയും. നമ്മുടെ ടാസ്ക് പാർട്ട് എ ആ. പാർട്ട് ബി എന്ന് പറഞ്ഞാൽ 35% മാർക്ക് മാത്രം മേടിച്ചാൽ മതി.
പാർട്ട് ബി നിങ്ങൾ നോക്കിയടേ. പാർട്ട് ബി നമ്മൾ ഓൾറെഡി പറഞ്ഞ റിലവന്റ് ട്രേഡിനകത്തുള്ള ക്വസ്റ്റ്യൻസ്, അത് 75 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അതിലൊരു 35% അത് എന്താ എല്ലാവർക്കും ഒരേ സ്കോർ തന്നെയാണ്. 35% നിങ്ങൾ കടന്നിരിക്കണം. അതാണ് ഒരു മിനിമം കട്ട് ഓഫ് ആയിട്ട് ഒരു പറയപ്പെടുന്നത്. ഇനി നിങ്ങൾ നോക്കിയേ, പാർട്ട് എ വളരെ ക്രൂഷ്യലാണ്. ഇതാണ് നമ്മുടെ കളി. ഇവിടെയാണ് നമ്മൾ മാർക്ക് സ്കോർ ചെയ്ത് കയറി വരേണ്ടത്. ഫസ്റ്റ് വരുന്ന ടോപ്പിക്ക് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. രണ്ടാമെന്ന് വരുന്ന ടോപ്പിക്ക് നേരത്തെ പറഞ്ഞ മാത്തമാറ്റിക്സ് ആണ്. ഇതിനകത്ത് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. എഞ്ചിനീയറിംഗിന്റെ കുറെ കാര്യങ്ങൾ കയറി വന്നിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, ഡ്രോയിങ് എല്ലാം എവിടെയാണ് കയറി വരുന്നത്? മാത്തമാറ്റിക്സ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഈ മൂന്നാമത്തെ റീസണിങ് പാർട്ടും നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. നാലാമത്തെ GK ആൻഡ് കറണ്ട് അഫേഴ്സ്, നേരത്തെ പറഞ്ഞ GS പഠിച്ചില്ലേ, അതിന്റെ തന്നെ കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ട് വരുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പാർട്ട് എ എന്ന് പറയുന്നത്. നമ്മുടെ CBT 1 നിന്ന് വ്യത്യാസം ഉണ്ടായത് ഇവിടെ നോക്കിയേ, ഇതാണ് വ്യത്യാസമായിട്ട് കയറി വന്നിരിക്കുന്നത്. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നൊരു ടോപ്പിക് ഉണ്ട്, 40 മാർക്കാണ്. നമ്മുടെ മെക്കാനിക്സിലെ കുറച്ച് കാര്യങ്ങൾ, നമ്മളുടെ ITയിൽ പഠിക്കുന്ന വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷന്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്. അതെന്താ ടോപ്പിക് നമുക്ക് പറയാം. ഓക്കെ, മനസ്സിലായല്ലോ. 175 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 175 മാർക്ക് ഉണ്ടാവും. 1 മാർക്ക് പോസിറ്റീവ്, 1/3 നെഗറ്റീവ് ഉണ്ടാവും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സമയം എത്ര? 150 മിനിറ്റ് കേട്ടോ, 150 മിനിറ്റ്. അപ്പൊ നമുക്ക് CBT 1 സിലബസ് ആണ് നമ്മൾ നോക്കാം. CBT 1 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. CBT 1 സിലബസ് എന്തൊക്കെയാണ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു റെയിൽവേ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ QA ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ മാത്തമാറ്റിക്സിന്റെ കാര്യം പറഞ്ഞിരുന്നു. സോ മാത്തമാറ്റിക്സിന്റെ ടോപ്പിക്കുകൾ നിങ്ങൾ നോക്കിയേ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, മെൻസുറേഷൻ, എലമെന്ററി സ്റ്റൈൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു QA എക്സാം. ഇത് റെയിൽവേയുടെ കോമൺ ആയിട്ട് വരുന്ന നമ്മുടെ CBT 1 റെയിൽവേ മാത്തമാറ്റിക്സിന്റെ ടോപ്പിക് തന്നെയാണ്. ഇനി അടുത്തത് റീസണിംഗ് ആൻഡ് ജനറൽ ഇന്റലിജൻസ് ആണ് സെക്കൻഡ് ആയിട്ട് വരുന്ന നമ്മൾ അടുത്ത പറഞ്ഞിരുന്നത്. അപ്പൊ ഇവിടുത്തെ 20 മാർക്ക് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നോക്കി, ഇവിടെ നിങ്ങൾ നോക്കിയേ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, അങ്ങനെയുള്ള എല്ലാ ടോപ്പിക്കും ഇവിടെയും ഉണ്ട്. ഇതും കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന CBT 1 റീസണിങ്ങിന്റെ പാർട്ട് തന്നെയാണ്. 25 മാർക്കാണെന്നാണ് നമ്മൾ പറഞ്ഞു തോന്നുന്നു. അടുത്തത് ജനറൽ സയൻസ് ആണ് മൂന്നാമത്തെ പാർട്ട്. ലൈഫ് സയൻസ്, അതായത് നമ്മുടെ ബയോളജി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ, ഫിസിക്സ്, കെമിസ്ട്രി. ഈ 10th സ്റ്റാൻഡേർഡ് NCERT ആണ്. NCERT സിലബസ് ആണ് ഫോളോ ചെയ്ത് പോകേണ്ടത്, അല്ലാതെ സ്റ്റേറ്റ് സിലബസ് അല്ല. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സോ ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, അതാണ് ജനറൽ സയൻസിന്റെ പാർട്ട് വരുന്നത്. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫേഴ്സിനകത്ത് നിങ്ങൾ നോക്കിയേ, കൾച്ചർ, പേഴ്സണാലിറ്റീസ്, സയൻസ്, ടെക്നോളജി, സ്പോർട്സ്, എക്കണോമിക്സ്, കറണ്ട് അഫേഴ്സ് എല്ലാം തന്നെ അത് വരും. അവസാനമുള്ള ഇപ്പൊ ഈ അടുത്തിടെ അല്ലെങ്കിൽ 2-3 വർഷം, ഒരു ലാസ്റ്റ് 2 ഇയർ മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് സമ്മാനം അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രൈസുകൾ കിട്ടിയ ആൾക്കാർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി വെച്ചേക്കുക. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതാണ് CBT 1 സിലബസ്. CBT 2 പോകുമ്പോഴത്തേക്ക് CBT 2 അത് പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ടെന്ന് പറഞ്ഞു. പാർട്ട് B ഏതായിരുന്നു? ട്രേഡ് ആയിരുന്നു. പാർട്ട് A നോക്കിയേ, പാർട്ട് Aയിലാണ് വ്യത്യാസം ഉണ്ടായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ആള്, ബാക്കിയെല്ലാം ഒന്നാണ്. ഇത് നോക്കിയേ, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. നോക്കിയേ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ഗ്രാഫിക്സ് ആണ് നമ്മൾ പഠിക്കുന്ന, ഗ്രാഫിക്സ് ആണ്. ITA ടെക്സ്റ്റ് ബുക്കിലുള്ള ഗ്രാഫിക്സ് ഉണ്ടല്ലോ, അത് തന്നെ. ഡ്രോയിങ് ഉണ്ട്, അത് തന്നെയാണ്. യൂണിറ്റ്സ്, വർക്ക്, പവർ, എനർജി, സ്പീഡ് ആൻഡ് വെലോസിറ്റി, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, ഇതെല്ലാം തന്നെ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ എന്ന പേരിൽ നമ്മൾ ITയിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അതിനകത്ത് തന്നെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, IT ലിറ്ററസി, ഇതെല്ലാം തന്നെ ഇതിനകത്ത് വരുന്ന പാർട്ട് Aയിൽ വരുന്ന CBT 2 പാർട്ട് Aയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. പിന്നെ കറണ്ട് അഫേഴ്സും ജനറൽ അവയർനെസ്സും ഉണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി, സ്പോർട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ പറഞ്ഞത് CBT 1 കാര്യം പറഞ്ഞിരുന്നു. CBT 2 എന്ന് പറഞ്ഞാൽ 2 ഫേസ് ആണെന്ന് പറഞ്ഞു. പാർട്ട് Aയും പാർട്ട് B എന്ന് പറഞ്ഞിരുന്നു. ടോപ്പിക്കുകളെല്ലാം പരിചയപ്പെടുത്തുന്നു. ഇനി നമ്മൾ വിന്യാസ് അണ്ടക്ക ക്ലാസ്സിൽ നിങ്ങൾ ഓൺലൈൻ ആയിട്ടാണെങ്കിലും ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ തരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് എന്താണ്, അതാണ് നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 ബുക്കുകളാണ് നമ്മളിപ്പം ചെയ്തിരിക്കുന്നത്. ഒന്ന് റെയിൽവേ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ QA എന്ന് പറയുന്ന നമ്മുടെ മാത്തമാറ്റിക്സ് ടോപ്പിക്കുകളാണ്. അതായത് നിങ്ങൾ നോക്കിയേ, ഈ ടോപ്പിക്ക് നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്കുകളൊക്കെ തന്നെ ഏകദേശം എല്ലാം തന്നെ അതിനകത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്പർ സിസ്റ്റം ഉണ്ട്, ഡെസിമൽ ഫ്രാക്ഷൻ ഉണ്ട്, അതുപോലെ എല്ലാ ടോപ്പിക്കുകളും ഏകദേശം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. റെയിൽവേയിൽ ഈ എക്സാം ALP മാത്രമല്ല, RRB, JEO, NTPCO എല്ലാ എക്സാമുകൾക്കും ഉപയോഗിക്കുന്ന QAയുടെ ഒരു ബുക്കാണ് നമ്മൾ ഇതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നവർക്കാണെങ്കിൽ കൊറിയർ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ അയച്ചു തരും. ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ബുക്ക് 1 റെയിൽവേ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ബുക്ക് 2 എന്ന് പറഞ്ഞാൽ റീസണിങ്ങിന്റെ ബുക്ക്. ഇതിന്റെ പേജ് നമ്പർ നിങ്ങൾ നോക്കി, ഏകദേശം 713 പേജുകളുള്ള വളരെ വിശാലമായിട്ട് ടോപ്പിക്കുകളെല്ലാം തന്നെ കവർ ചെയ്യുന്ന ബുക്കാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. 713ഓളം പേജുകൾ ഇതിനകത്തുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ബുക്ക് നമ്മൾ തരുന്നതെന്ന് പറഞ്ഞാൽ റീസണിങ്ങിന്റെ ബുക്കാണ്. റെയിൽവേയിലെ
അല്ലെങ്കിൽ SSC എക്സാമുകൾക്ക് എല്ലാം ഉപകരിക്കുന്ന രീതിയിലുള്ള കംപ്ലീറ്റ് റീസണിങ്ങിന്റെ ടോപ്പിക്കുകളും ആൽഫബറ്റ് സീരീസ് മുതൽ അങ്ങ് വേർഡ് ഫോർമേഷൻ ഡിക്ഷണറി വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും എക്സ്ട്രാ കാര്യങ്ങൾ ഉൾപ്പെടെ ഏകദേശം 486 പേജുകളാണ് റീസണിങ്ങിന്റെ ബുക്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ എക്സ്ട്രാ വരും, ക്വസ്റ്റൻസ് കാര്യം കുറച്ചുകൂടെ എക്സ്ട്രാ വരാം. അടുത്തത് മൂന്നാമത്തെ ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ സയൻസിനും ജനറൽ അവയർനെസിനും ഒറ്റ ബുക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 800ഓളം പേജസ് ഉള്ള ഒരു ബുക്കായിരിക്കും അത്. ഈ 3 ബുക്കുകളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ ആയിട്ടായാലും ഓഫ്ലൈൻ ആയിട്ടായാലും നമ്മൾ തരുന്നത്. ഈ 3 ബുക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്കത് നമ്മുടെ ക്ലാസ് കൂടാതെ വർക്കൗട്ട് സെഷൻസ് കൂടാതെ ക്ലാസ്സിൽ PDF കൂടാതെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഹിസ്റ്ററി ഉണ്ട്, പോളിറ്റി, ജിയോഗ്രഫി, എക്കണോമി, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇനി മിസ്ലേനിയസ് ടോപ്പിക്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പ്രീവിയസ് റെയിൽവേ എക്സാംസ്, അതിപ്പോൾ ALP മാത്രമല്ല JEE എക്സാം, NTPC എക്സാം പോലുള്ള എക്സാമുകളെല്ലാം തന്നെ നോക്കിയിട്ടാണ് കംപ്ലീറ്റ് കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇതാണ് വിന്യാസം ടെക് പ്ലസിൽ ഓൺലൈനായിട്ടായാലും ഓഫ്ലൈനായിട്ടായാലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസും ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് എവിടെ? കൊല്ലമാണ് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് വരുന്നത്. കൊല്ലം കടപ്പക്കടയിലാണ് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവുക. അത് ഹോളിഡേ ബാച്ച് ആയിട്ടായാലും റെഗുലർ ബാച്ച് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഓൺലൈൻ ആയിട്ട് നമ്മുടെ ആപ്പ് വിന്യാസ് EduPlus ആപ്പ് വഴി നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മളുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. നമുക്ക് കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഉൾപ്പെടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴ്സ് ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾ ഓൾറെഡി സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റഡി മെറ്റീരിയൽസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് വേണമെങ്കിലും അതൊരു സ്റ്റഡി മെറ്റീരിയൽസ് മാത്രമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആകുന്നതായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ കോഴ്സിന്റെ ഡീറ്റെയിൽസോ ഫീസോ കാര്യങ്ങളോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ഡെമോ സെഷൻസ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ മറ്റൊരു സെഷനിൽ കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.